ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റീൽസ് സ്ക്രോൾ ചെയ്യുന്ന വഴിക്കാണ് ഈ വീഡിയോ എൻ്റെ കണ്ണിലിടക്കിയത്. അപ്പൊ പിന്നെ നമ്മൾ വിട്ടുപോയാലും ഞാൻ എൻ്റെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കയ്യിൽ ആ ടൈമിലുണ്ടായിരുന്നത് ഈ കളറിൽ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സുകളായിരുന്നു. അപ്പൊ ബ്ലാക്കിൽ ഈ ഒരു 4 ലെയർ വരുന്ന ബീഡ്സ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. നമ്മുടെ സാധാരണ പേൾ ബീഡ്സ് ഇല്ലേ, അതായിരുന്നു. അത് കൊരുത്ത് തന്നെ എനിക്ക് ആ മാല കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ചെയിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ബാലൻസ് വന്നിരുന്ന ആ ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ ആണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തന്നെ കുറച്ച് എക്യുപ്മെന്റ്സ്, അപ്പൊ അത് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ നേരെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ബ്ലാക്ക് പേളിലുള്ള ഒരു 3 ലെയറുള്ളൊരു ചെയിൻ വെച്ചിട്ടുള്ള ചോക്കർ ചെയ്യാനാണ് എൻ്റെ മൈൻഡിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിന് ഉണ്ടായിരുന്ന ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ത്രെഡിലോട്ടൊന്നും കൊരുത്ത് മെനക്കെടാനായിട്ട് നിന്നില്ല. നമ്മൾ ആദ്യം ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലേതായി ഈ ഒരു ടൈപ്പ് ഓഫ് കുന്തൻ സ്റ്റോൺസ് ആണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ള കുന്തൻ സ്റ്റോൺ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗം എന്ന് പറയുന്നത് B700ന്റെ ഗമ്മാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്യും. പിന്നെ അതാണ്ട് ഈ ഒരു ഷീറ്റിനകത്തോട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഷീറ്റ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കവറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്ക് വീടുകളിൽ നമ്മൾ സാധനം വാങ്ങാൻ കിട്ടുന്ന കവറില്ലേ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷീറ്റ് അല്ലാതെ മേടിക്കാനും കിട്ടും. എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാനിതെടുത്ത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കുന്തൻ സ്റ്റോൺ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും ഷേപ്പിനും ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ എൻ്റെ കയ്യിൽ ആ ടൈമിൽ അവൈലബിൾ ആയിരുന്നതാണ്ട് ഈ ഒരു കളറിലുള്ള ഈ ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്ത് തന്നെ ട്രൈ ചെയ്തു. ഇനി നമുക്ക് നല്ല രീതിയിൽ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ വീഡിയോയിലും ഞാൻ മുടങ്ങാതെ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിവിടെയും വേണം. ഏതാ? ക്ഷമ. ആ ക്ഷമയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനും ഈ സ്റ്റോൺ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഓൾമോസ്റ്റ് അത് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേറെയും പണിയുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് ഉണങ്ങാനായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവെക്കണം. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന രാത്രിയിലാണ്. അപ്പൊ എനിക്ക് വെയിലൊന്നും തട്ടിച്ചുണക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ എന്തോ ചെയ്യും, നമ്മുടെ ഫാനിന്റെ കാറ്റിൽ തന്നെ ഇത് ഉണക്കിയെടുത്ത് കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ അതൊന്ന് നല്ല രീതിയിലൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്തൊന്ന് സെറ്റ് ആക്കി എടുക്കുവാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരത്തിന് ശേഷം അത് നല്ല രീതിയിൽ ഒട്ടി സെറ്റായതാ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചോക്കറിന്റെ ലോക്കറ്റ് ലോക്കറ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ ചോക്കറിന്റെ ആ ഒരു ലോക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റ് കാണാത്ത വെച്ചാൽ അതിന്റെ സൈഡിലൊന്നും അത് ഷീറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാത്ത രീതിയിൽ അതിന്റെ എൻഡ്സ് എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ, ഒരു 3 ലെയറിലാണ് ഞാൻ ആ ചോക്കർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു 3 ലെയറും മിഡ് പോർഷനിലെടുത്ത് നല്ല രീതിയിൽ അത് ഞാൻ ലെവൽ ചെയ്ത് വെച്ചേക്കുവാണ്. കുറച്ച് പണിയാണ് കേട്ടോ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ആ ഒരു ഷീറ്റിനകത്തോട്ട് ഈ 3 ലെയറുള്ള മാല നമ്മൾ അതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന B700ന്റെ ഗമ്മാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഇതിന്റെ പുറത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് നല്ല രീതിയിലൊന്ന് കൈ കൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മാലയുടെ ലെയർ തിരിഞ്ഞു പോവാത്ത രീതിയിൽ നോക്കണം കേട്ടോ. എനിക്ക് ഇടയ്ക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ അത് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു മാല നല്ല ലെയറിലാക്കി എടുത്തതിന് ശേഷം ഈ മാലേനെ നമുക്ക് ദാണ്ട് ഈ ഒരു ജംറിങ് വെച്ചിട്ടാണ് നമ്മൾ മാലയുടെ എൻഡ്സ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജംറിങ് എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ സൈസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് ഇതിന് ടോട്ടൽ 6, കാരണം എൻഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 സൈഡാണ് നമുക്ക് വരുന്നത്. കാരണം ഓരോ എൻഡിലും റൈറ്റിലും 3, ലെഫ്റ്റിലും 3, അങ്ങനെ ടോട്ടൽ 6 എണ്ണം നമുക്ക് വേണം. അപ്പൊ ഈ 6 ജംറിങ് നമ്മൾ ഈ മാലയുടെ എൻഡ്സിലായിട്ട് നല്ല രീതിയിൽ ത്രെഡുമായിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൂപ്പ് കണക്ടറിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ജംറിങ് യൂസ് ചെയ്തിട്ടാണ് ലൂപ്പ് കണക്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതേപോലെ തന്നെ നമ്മൾ ഈ 6 സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു പണി കിട്ടി. ഞാൻ ഈ എൻഡ്സ് ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതാ കണ്ടോ, ഈ ബീഡ്സ് ഫുള്ള് ഇളകിപ്പോയി. ഞാൻ എല്ലാ എൻഡ്സും കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ എൻഡ്സും കട്ട് ചെയ്ത് ജംറിങ് കണക്ട് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ളത് ഓരോന്നും ചെയ്യാവുള്ളൂ. പിന്നെ എനിക്ക് ഇരട്ടി സമയം എടുത്തിട്ടോ ഞാനത് കൊടുത്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ജംറിങ് ഫുള്ളും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡ്സിൽ. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൂപ്പ് കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇനി അതിന് ഓരോന്നിനെയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബീഡ്സും എടുത്തിട്ടുണ്ട്. കാരണം അതൊരു സൈസിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ലെങ്ത്തിൽ സൈസിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സും കൂടെ യൂസ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ബീഡ്സ് ഇടും, അതിനുശേഷം ഞാൻ ആ ജംറിങ് കണക്ട് ചെയ്യും, പിന്നെയും ബീഡ്സ് ഇടും, ജംറിങ് കണക്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ കണക്റ്റിംഗ് ത്രെഡും കൂടെ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് വെച്ചിട്ടുള്ളത് നമുക്കത് സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കൂടെ സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ലൂപ്പ് കണക്ടർ അതിൻ്റെ എൻഡ്സ് വളച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം രണ്ടാമത്തെ സൈഡും ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലൂപ്പ് കണക്ടറിൻ്റെ എൻഡ്സ് ഒന്ന് വളച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പൊതുവെ കുറച്ച് പാടാണ് കേട്ടോ, ആ എൻഡ് ഒന്ന് വളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യുമ്പം വരുന്നുണ്ടോ, അതോ ഇത് പെട്ടെന്ന് ചെയ്യാൻ എന്തെങ്കിലും ട്രിക്കോ ഹാക്കോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മാലയുടെ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വീഡിയോസൊക്കെ കണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചോക്കർ സെറ്റാണിത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, റീൽസിലാണെങ്കിലും ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോസിലൊക്കെ ഞാനത് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് ഓഫ് മാല തന്നെ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ജ്വല്ലറീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ എനിക്ക് ഷെയർ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഏതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലക്കാമാല ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ പാലക്കാമാല ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഉടൻ തന്നെ ഇതിന് തൊട്ട് പറയുന്നത് തന്നെ ഞാൻ ആ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫോണിൻ്റെ സ്റ്റോറേജിൽ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നത്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ ഞാൻ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് അത് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വേണ്ടി എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളൊരു സാധാരണക്കാരെങ്ങനെ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനും ട്രൈ ചെയ്യുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനും എടുക്കാറുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു 100 റുപ്പീസിന് ബിലോയിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഓരോ മാലയ്ക്കും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ചില ജ്വല്ലറീസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ആവുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി സാധനം സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എമൗണ്ട് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ എന്നോട് വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലക്കാമാലയുടെ ഒരു 15 ദിവസത്തിനുള്ളിൽ അത് ചെയ്ത് അയച്ചു കൊടുക്കാമോ എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ സെല്ല് ചെയ്യാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ഞാനൊരു സൈഡിലോട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ട് മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ആൾ ഇട്ടില്ല. അപ്പം ഞാൻ ആ ഒരു സൈഡിലേക്ക് ചിന്തിക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തയക്കാനുള്ളൊരു ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് മുന്നത്തേക്ക് വീഡിയോസിൽ എനിക്ക് അതുപോലുള്ള സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടി. സോ ഇതിൽ ഞാൻ അതുപോലെ തന്നെ ഞാനത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ഉറപ്പായിട്ടും പാലക്കാമാലയാണ് കേട്ടോ, ഞാനത് മറന്നിട്ടില്ല. ആ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.